അപ്പോൾ നോക്കല്ലേ, പ്രത്യക്ഷജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യക്ഷജ്ഞാനം സംഭവിക്കുന്ന സന്ദർഭത്തിൽ അവിടെ എന്താണ് അസാധാരണമായിട്ടുള്ള ഒരു അംശം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പറഞ്ഞ പോലെ പ്രമാണ ചൈതന്യവും പ്രമേയ ചൈതന്യവും വിഷയചൈതന്യവും ഒന്നായിത്തീരുന്നു എന്നുള്ളൊരവസ്ഥാവിശേഷമാണ് പ്രത്യക്ഷജ്ഞാന സ്ഥലത്ത് നടക്കുന്നത്. ഇപ്പോൾ ഇത് പ്രത്യക്ഷജ്ഞാനത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ നിരൂപണം ചെയ്യുന്നത്. എന്താണ് പ്രത്യക്ഷജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്ന് ചോദിച്ചാൽ, വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യത്വം. ശരിയോ? അതായത് വിഷയാവച്ഛിന്ന ചൈതന്യവും വൃത്യവച്ഛിന്ന ചൈതന്യവും ഒന്നായിത്തീരുന്നു എന്നുള്ള അവസ്ഥ. നോക്കൂ, അതിനെ ഒരു ലക്ഷണമായിട്ട് പറയുമ്പോൾ വിഷയാവച്ഛിന്ന ചൈതന്യ വൃത്യവച്ഛിന്ന ചൈതന്യോ അഭേദ എന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞു. വിഷയാവച്ഛിന്ന ചൈതന്യ വൃത്യവച്ഛിന്ന ചൈതന്യോ അഭേദ. അത് നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ വിഷയാവച്ഛിന്ന ചൈതന്യ അഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം, ചൈതന്യത്വം, പ്രത്യക്ഷത്വം, അങ്ങനെ വേണം പറയാം. കാരണം നമ്മളൊരു ലക്ഷണം പറയുമ്പോൾ ആ ലക്ഷണം അതിൻ്റെ ലക്ഷ്യത്തിൽ സമന്വയിക്കണം. അങ്ങനെയല്ലേ ലക്ഷണം പറയാം. രൂപരഹിത സ്പർശവാൻ വായു എന്ന പുസ്തകത്തിൽ എഴുതും. ലക്ഷണം പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപരഹിതത്വേ സതി സ്പർശവത്വം ലക്ഷണം, അങ്ങനെ പറയണം. അതിന് പുസ്തകത്തിൽ എഴുതുമ്പോൾ രൂപരഹിത സ്പർശവാൻ വായു എന്ന് എഴുതും. ഗന്ധവതി പൃഥിവി എന്നെഴുതും. പൃഥിവ്യാഹ കിം ലക്ഷണം? ഗന്ധവത്വം. ഗന്ധവതി എന്നല്ല പറയുക, ഗന്ധവത്വം എന്ന് പറയണം. ഗന്ധവത്വം എവിടെയുണ്ട്? പൃഥിവിയിലുണ്ട്. അങ്ങനെയാണ് സമന്വയിക്കുക. അതേപോലെ രൂപരഹിതത്വേ സതി സ്പർശവത്വം വായോഹോ ലക്ഷണം എന്ന് പറയും. വായുവിൽ രൂപരഹിതത്വവുമുണ്ട് സ്പർശവത്വവുമുണ്ട്. അങ്ങനെയാണ് സമന്വയിക്കുക. അതേപോലെ ഇവിടെ പ്രത്യക്ഷജ്ഞാനത്തിൻ്റെ ലക്ഷണം പറയുന്നു. ആ ലക്ഷണത്തെ എവിടെയാണ് സമന്വയിക്കേണ്ടത്? പ്രത്യക്ഷജ്ഞാനത്തിലാണ് സമന്വയിക്കേണ്ടത്. അപ്പോൾ പ്രത്യക്ഷജ്ഞാനം എന്ന് പറയുന്ന ആ സാധനം എന്താണ് എന്ന് നമ്മൾ ആദ്യം ഉള്ളിൽ വെക്കണം. അപ്പോഴേ ഇത് സമന്വയിപ്പിക്കാൻ പറ്റൂ. പ്രത്യക്ഷജ്ഞാനം എന്ന് പറയുന്ന അതെന്താണത്? പ്രത്യക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, പ്രത്യക്ഷജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയാവച്ഛിന്ന ചൈതന്യമാണോ? ജ്ഞാനം പറഞ്ഞാൽ ഒരു ചൈതന്യ വിശേഷമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ചൈതന്യ വിശേഷമാണ്. ഇപ്പോൾ ഇവിടെ 3 ചൈതന്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പ്രത്യക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിൽ ഏതാണ്? വിഷയാവച്ഛിന്ന ചൈതന്യമാണോ, അതോ വൃത്യവച്ഛിന്ന ചൈതന്യമാണോ, അതോ അന്ധക്കരണാവച്ഛിന്ന ചൈതന്യമാണോ? കേൾക്കട്ടെ. പ്രത്യക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, വ്യാഖ്യാനിക്ക് കഴിഞ്ഞു, നിങ്ങൾ ഓർക്കണം, വൃത്യവച്ഛിന്ന ചൈതന്യമാണ്. ആണോ? ആണ്. അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം ആരാണ്? ജ്ഞാനമല്ല, ജ്ഞാതാവാണ് അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം, അല്ലേ? അന്ധക്കരണാവച്ഛിന്ന ചൈതന്യമല്ല ജ്ഞാനം. അന്ധക്കരണാവച്ഛിന്ന ചൈതന്യം ആരാണ്? ജ്ഞാതാവാണ്, അറിയുന്നവനാണ്. വിഷയാവച്ഛിന്ന ചൈതന്യം എന്താണ്? വിഷയമാണ്. അതുപോലെ ഇത് 3 ജ്ഞാനം എന്ന് നമ്മൾ പേര് കൊടുക്കേണ്ടത് ഏതിനെയാണ്? വിഷയാകാരേണ പരിണമിച്ച അന്ധക്കരണ വൃത്തിയിൽ പ്രതിബിംബിച്ച ചൈതന്യത്തിനെയാണ് ജ്ഞാനം എന്ന് പറയേണ്ടത്. അപ്പോൾ പ്രത്യക്ഷജ്ഞാനം എന്ന് പറയുന്ന വസ്തു എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ വൃത്യവച്ഛിന്ന ചൈതന്യം എന്ന് പറയണം, വേണ്ടേ? അപ്പോൾ ആ വൃത്യവച്ഛിന്ന ചൈതന്യത്തിലേക്കാണ് നമ്മൾ സമന്വയിപ്പിക്കേണ്ടത്. ആ വൃത്യവച്ഛിന്ന ചൈതന്യത്തിന് നമ്മളൊരു വിശേഷണം കൊടുക്കുകയാണ്, വിഷയാവച്ഛിന്ന ചൈതന്യ അഭിന്നമായ വൃത്യവച്ഛിന്ന ചൈതന്യം. വിഷയാവച്ഛിന്ന ചൈതന്യ അഭിന്നമായ വൃത്യവച്ഛിന്ന ചൈതന്യത്തിനാണ് പ്രത്യക്ഷജ്ഞാനം എന്ന് പറയേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ തരംതിരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ പരോക്ഷജ്ഞാനത്തിനും ഇതിനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുള്ളൂ. പരോക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ജ്ഞാനത്തിനെ 2ആയിട്ട് തിരിക്കണം. ഒന്ന് പ്രത്യക്ഷജ്ഞാനം, മറ്റൊന്ന് പരോക്ഷജ്ഞാനം. ഈ പരോക്ഷജ്ഞാനം നടക്കുന്ന സന്ദർഭത്തിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഐക്യം അവിടെ വരുന്നില്ല.
വിഷയാവച്ഛിന്ന ചൈതന്യവും വൃത്യവച്ഛിന്ന ചൈതന്യവുമായിട്ടുള്ള ഐക്യം പരോക്ഷജ്ഞാനം സംഭവിക്കുന്ന സ്ഥലത്ത് ഇല്ല. എങ്ങനെ അതിനെ മനസ്സിലാക്കാം? ഒരു പരോക്ഷജ്ഞാനത്തിന് ഉദാഹരണം പറയൂ. ഒരു അനുമിതി ഒരു പരോക്ഷജ്ഞാനമാണ്. അനുമാനിക്കുന്നു. നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള അനുമതി എടുക്കാം. പർവ്വതോ വന്യമാൻ എന്നുള്ള അനുമതി. നമ്മൾ പർവ്വതത്തെ കാണുന്നു, വന്യയെ കാണുന്നില്ല. ധൂമത്തെ കാണുന്നു. ധൂമത്തെ കണ്ടിട്ട് വ്യാപ്തിയെ സ്മരിക്കുന്നു. വ്യാപ്തിയെ സ്മരിച്ചു കഴിഞ്ഞാൽ പർവ്വതോ വന്യമാൻ എന്നുള്ള അനുമതി ഉണ്ടാകുന്നു. അനുമിതി എന്നാണ് അതിന് പേര്. അനുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമതിക്ക് കാരണമായിരിക്കുന്ന അറിവിനാണ് അനുമാനം എന്ന പേര്. പർവ്വതോ വന്യമാൻ എന്നുള്ള അനുമതി ഇതൊരു തരം ജ്ഞാനമാണ്. ഇതെന്ത് ജ്ഞാനമാണ്? പരോക്ഷജ്ഞാനമാണ്. പ്രത്യക്ഷജ്ഞാനമാണോ? അല്ല. എന്തുകൊണ്ടല്ല? വന്യയെ നമ്മൾ കാണുന്നില്ല. സാമാന്യതയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വന്യയെ നമ്മൾ കാണുന്നില്ല, ഊഹിക്കുകയാണ് ചെയ്യുന്നത്. ഈ പരോക്ഷജ്ഞാനം നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വൃത്യവച്ഛിന്ന ചൈതന്യവും വിഷയാവച്ഛിന്ന ചൈതന്യവും കൂടി ഒന്നാവുന്നില്ല. എന്താ കാരണം? ആ വിഷയത്തെ അറിയുന്ന ഞാൻ വിഷയത്തെ അറിയുക മാത്രമാണ് ചെയ്യുന്നത്. വന്യയുമായിട്ട് ഇന്ദ്രിയത്തിന് സന്നികർഷമില്ല. നോക്കൂ, പർവ്വതോ വന്യമാൻ എന്നൊരു ജ്ഞാനം. ഇവിടെ വിഷയം എന്താണ്? ഈ അനുമതിയുടെ വിഷയം എന്താണ്? വന്യയാണ് വിഷയം. വന്യയെക്കുറിച്ചുള്ള അറിവാണ്. പർവ്വതത്തിൽ വന്യയുണ്ട് എന്നുള്ള അറിവാണ്. അതിൽ പർവ്വതത്തെ നമ്മൾ കാണുന്നു, അതിലല്ല പ്രത്യേകത. പ്രത്യേകത എന്താണ്? വന്യയാണ് ഇതിൽ അപൂർവമായ വിഷയം. ഈ വന്യയെ നമ്മൾ അറിയുമ്പോൾ ആ അറിയപ്പെടുന്ന വന്യ ആണ് വിഷയം. അപ്പോൾ വിഷയാവച്ഛിന്ന ചൈതന്യം അവിടെയുണ്ട്. വിഷയാവച്ഛിന്ന ചൈതന്യം അവിടെയുണ്ട്. പക്ഷേ അന്ധക്കരണ വൃത്യവച്ഛിന്ന ചൈതന്യം അവിടെ ഉണ്ടോ? ഇല്ല. എന്താ കാരണം അറിയോ? എന്താ കാരണം? കണ്ണുകൊണ്ട് വന്യ കാണുന്നില്ല. അന്ധക്കരണം അവിടെ എത്തണം. അന്ധക്കരണവും അന്ധക്കരണ വൃത്തിയും ഒക്കെ വിഷയത്തിലുണ്ടെങ്കിൽ മാത്രമേ, ആ വിഷയദേശത്തുണ്ടെങ്കിൽ മാത്രമേ വിഷയാവച്ഛിന്ന ചൈതന്യം അവിടെ എത്തുള്ളൂ. അല്ല, വൃത്യവച്ഛിന്ന ചൈതന്യം അവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വൃത്യവച്ഛിന്ന ചൈതന്യം എവിടെയാണുള്ളത്? നമ്മൾ നിൽക്കുന്നിടത്താണുള്ളത്. വൃത്തി അവിടെ ഇല്ലല്ലോ. വൃത്യവച്ഛിന്ന ചൈതന്യവും വിഷയാവച്ഛിന്ന ചൈതന്യവും കൂടി ഒന്നാവണമെങ്കിൽ വിഷയം ഉള്ളയിടത്ത് വൃത്തി ഉണ്ടാവണം. പറഞ്ഞ് മനസ്സിലായോ? വിഷയാവച്ഛിന്ന ചൈതന്യവും വൃത്യവച്ഛിന്ന ചൈതന്യവും കൂടി ഒന്നാവണമെങ്കിൽ വിഷയവും വൃത്തിയും ഒരു സ്ഥലത്ത് വേണം. വിഷയവും വൃത്തിയും ഒരു സ്ഥലത്ത് വേണം. വിഷയവും വൃത്തിയും ഒരു സ്ഥലത്ത് വേണമെങ്കിൽ വിഷയം നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ അന്ധക്കരണം എത്തണം. വിഷയം നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ അന്ധക്കരണം എത്തണമെങ്കിൽ വിഷയവുമായിട്ട് ഇന്ദ്രിയത്തിന് ബന്ധം വേണം. കണ്ണുകൊണ്ട് കാണേണ്ട വിഷയമാണ് വന്നി, അല്ലേ? അപ്പോൾ ആ വന്യയുമായിട്ട് കണ്ണിന് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നേത്രേന്ദ്രിയദ്വാര അന്ധക്കരണം വിഷയദേശത്തിലേക്ക് എത്തുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുമില്ല, വളരെ സരളമായിട്ടുള്ള കാര്യമാണ്. പരോക്ഷജ്ഞാനം സംഭവിക്കുന്ന സ്ഥലത്ത് അന്ധക്കരണ വൃത്തി ഇവിടെ നിൽക്കുകയാണ്. അന്ധക്കരണ വൃത്തിയുണ്ട്, പക്ഷെ അത് ഇവിടെ നിൽക്കുകയാണ്. വന്നി നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. എന്താ കാരണം? വന്നി നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ കണ്ണിന് വന്യയുമായിട്ട് ബന്ധം വേണം. കണ്ണ് പോകുന്നിടത്തേ അന്ധക്കരണ വൃത്തി പോവുള്ളൂ. അത് വിചാരിച്ചാൽ മതി. പർവ്വതം കാണുന്നുണ്ട്, പർവ്വതത്തെ കാണുന്നുണ്ട്, അതുകൊണ്ട് അവിടെ എല്ലാം ഓക്കെയാണ്. പക്ഷേ പർവ്വതത്തിലുള്ള വന്യയുണ്ടല്ലോ, വന്യയെ കാണുന്നില്ല. അതുകൊണ്ട് വന്യ എന്ന വിഷയവുമായിട്ട് കണ്ണിന് ബന്ധമില്ല. ശരിയാണോ? കണ്ണിന് ബന്ധമില്ല. കണ്ണിന് ബന്ധമില്ല എങ്കിൽ കണ്ണിലൂടെ അന്ധക്കരണം വന്യയിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് വന്യാകാര വൃത്തി ഉണ്ടോ വെച്ചാൽ വൃത്തിയുണ്ട്. വന്യാകാര വൃത്തി അവിടെയുണ്ട്. പക്ഷേ വന്യാകാര വൃത്തി വന്യദേശത്തിലില്ല. പറയുന്നത് മനസ്സിലായോ? ഇങ്ങനെയാണ് എല്ലാ പരോക്ഷജ്ഞാനം സംഭവിക്കുന്നത്. പരോക്ഷജ്ഞാന സ്ഥലത്ത് എല്ലായിടത്തും ഇതാണ് സ്ഥിതി. വന്യാകാര വൃത്തി വന്യദേശത്തിലില്ല, ഇവിടെയാണുള്ളത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് മാത്രമേ. അന്ധക്കരണം പുറത്തേക്ക് പോയിട്ടില്ല എന്നർത്ഥം. അന്ധക്കരണം പരിണമിച്ച് വിഷയദേശത്തിൽ എത്തിയിട്ടില്ല. ഉൾക്കൊള്ളാൻ പറ്റിയോ? അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നു? വന്യയെ കാണാതെയും വന്യാകാര വൃത്തി ഉണ്ടാവും. വന്യാകാര വൃത്തി ഉണ്ടാവുന്നതിന് വന്യയെ കാണേണ്ടതില്ല.
എന്നാണ്. അല്ല, കാരണം പരോക്ഷജ്ഞാനവും ഒരു വൃത്യവച്ഛിന്ന ചൈതന്യം തന്നെയാണ്. വൃത്യവച്ഛിന്ന ചൈതന്യം, എല്ലാ ജ്ഞാനങ്ങളും വൃത്യവച്ഛിന്ന ചൈതന്യങ്ങളാണ്, മനസ്സിലാക്കണം. എല്ലാ ജ്ഞാനങ്ങളും, പ്രത്യക്ഷജ്ഞാനം എന്ന് വേണ്ട, പരോക്ഷജ്ഞാനം എന്ന് വേണ്ട, എല്ലാ ജ്ഞാനങ്ങളും തന്നെ വൃത്യവച്ഛിന്ന ചൈതന്യങ്ങളാണ്. ഒരു അന്ധക്കരണ വൃത്തി നിർബന്ധമാണ്. ഇല്ല എങ്കിൽ നോക്കൂ, അന്ധക്കരണ വൃത്തി എന്നുള്ള അംശത്തിനെ അതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെന്താ ബാക്കിയുള്ളത്? കേവല ചൈതന്യമാണ്. അതിന് ഉത്പത്തി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ജ്ഞാനം ഉണ്ടാവുന്നു എന്ന് പറയണമെങ്കിൽ ഉടനെ അവിടെ അന്ധക്കരണ വൃത്തിയുടെ സംബന്ധം വേണം. കേവലം ചൈതന്യം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഉണ്ടാവുന്ന ഒരു ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അന്ധക്കരണ വൃത്തി നിർബന്ധമാണ്. അത് പ്രത്യക്ഷജ്ഞാനമാവട്ടെ പരോക്ഷജ്ഞാനമാവട്ടെ, രണ്ടായി കഴിഞ്ഞാലും അന്ധക്കരണ വൃത്യവച്ഛിന്ന ചൈതന്യങ്ങളാണിത്. എന്താണ് വ്യത്യാസം? ഈ അന്ധക്കരണ വൃത്യവച്ഛിന്ന ചൈതന്യം പരോക്ഷജ്ഞാനമാണെങ്കിൽ അത് വിഷയാവച്ഛിന്ന ചൈതന്യത്തോട് അഭിന്നമല്ല, ഭിന്നമാണ്. അതുകൊണ്ട് ആ വൃത്യവച്ഛിന്ന ചൈതന്യത്തിനെ നമ്മൾ പരോക്ഷജ്ഞാനം എന്നേ വിളിക്കുള്ളൂ, പ്രത്യക്ഷജ്ഞാനം എന്ന് വിളിക്കില്ല. എല്ലാ ജ്ഞാനങ്ങളും വൃത്യവച്ഛിന്ന ചൈതന്യ രൂപങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കില്ല, ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കും. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ പരോക്ഷജ്ഞാനങ്ങളും പ്രത്യക്ഷജ്ഞാനങ്ങളും എല്ലാം തന്നെ, എല്ലാവിധ ജ്ഞാനങ്ങളും, നിങ്ങളുടെ ജ്ഞാനത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളെയും എടുത്തോളൂ. ജ്ഞാനത്തിന് പല വിഭാഗങ്ങളുണ്ട്. ഭ്രമമെന്നും പ്രമ എന്നും ഒരു വിഭാഗം, യഥാർത്ഥം അയഥാർത്ഥം എന്നൊരു വിഭാഗം, സ്മൃതി അനുഭവം എന്നൊരു വിഭാഗം, പരോക്ഷം അപരോക്ഷം എന്നൊരു വിഭാഗം. എന്ത് ആയിക്കോട്ടെ, എല്ലാ ജ്ഞാനങ്ങളും എന്താണ്? എന്ത് രൂപങ്ങളാണ്? വൃത്യവച്ഛിന്ന ചൈതന്യ രൂപങ്ങളാണ്. വെറും ചൈതന്യം എന്ന് പറയരുത്. വെറും ചൈതന്യം ഉണ്ടാവുന്ന ഒന്നല്ല. ചൈതന്യത്തിനൊരു വിശേഷണം ചേർക്കണം. എന്താണ്? വൃത്യവച്ഛിന്ന ചൈതന്യം. വൃത്യവച്ഛിന്ന ചൈതന്യം എന്ന് പറഞ്ഞാൽ എല്ലാ ജ്ഞാനങ്ങളും അങ്ങനെയാണ്. ഒരു വൃത്തിയിൽ പ്രതിബിംബിക്കണം. അപ്പോൾ അതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ജ്ഞാനം ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. വൃത്തിയുടെ ബന്ധമില്ല എങ്കിൽ കേവലം ചൈതന്യത്തിന് നമ്മൾ ലോകത്ത് ജ്ഞാനം എന്ന് പേര് പറയുന്നില്ല. ലോകത്ത് അതിനെ ജ്ഞാനം എന്ന് പേര് പറയുന്നില്ല. ലോകത്ത് ജ്ഞാനം എന്ന് പറയുന്നത് ഉണ്ടാവുന്ന ഒന്നാണ്. ആ ഉണ്ടാവുന്നു എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് സമർത്ഥിക്കണമെങ്കിൽ ഒരു വൃത്തിയുടെ ബന്ധം വേണം. അതുകൊണ്ട് തന്നെ എല്ലാ ജ്ഞാനങ്ങളെയും നമ്മൾ വൃത്തി അവച്ഛിന്ന ചൈതന്യം എന്നുള്ള ഒരു പരിഭാഷയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പരോക്ഷജ്ഞാനവും വൃത്യവച്ഛിന്ന ചൈതന്യമാണ്. മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭ്രമവും വൃത്യവച്ഛിന്ന ചൈതന്യമാണ്. അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഭ്രമസ്ഥലത്ത് അന്ധക്കരണ വൃത്തിയുടെ സ്ഥാനത്ത് അവിദ്യാവൃത്തി എന്നൊരു വൃത്തിയാണ് പ്രവർത്തിക്കുന്നത്. ബ്രഹ്മജ്ഞാനവും വൃത്യവച്ഛിന്ന ചൈതന്യമാണ്. അത് പറയാൻ പോകുന്നു. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പറയാൻ പോകുന്ന കാര്യം ഞാൻ ഇപ്പോൾ തന്നെ പറയാം. സാറ് ചോദിച്ചതുകൊണ്ട് ഒരു ഭ്രമജ്ഞാനം സംഭവിക്കാന്ന് വയ്ക്കുക. ഒരു രജ്ജുവിൽ സർപ്പത്തെ കാണുന്നു, അല്ലേ? ഇവിടെ രജ്ജുവിൽ കാണുന്ന സർപ്പത്തിനെ നമ്മൾ വേദാന്തത്തിൻ്റെ സമ്പ്രദായത്തിൽ പ്രാതിഭാസികമായിരിക്കുന്ന സർപ്പമായിട്ടാണ് കണക്കാക്കുക. പ്രാതിഭാസിക സർപ്പം എന്നാണ് പറയുക. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പ്രാതിഭാസിക സത്തയോട് കൂടിയ ഒരു സർപ്പം ആണത്. ഒറിജിനൽ അല്ല. ഒറിജിനൽ സർപ്പത്തിൻ്റെ പേരെന്താണ്? വ്യാവഹാരിക സർപ്പം. രജ്ജുവിൽ കാണുന്ന സർപ്പം എന്താണ്? പ്രാതിഭാസിക സർപ്പം എന്ന് പറയും. ഈ പ്രാതിഭാസിക സർപ്പത്തെ നമ്മൾ കാണുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പ്രാതിഭാസിക സർപ്പം എന്ന് പറയുന്നത് അവിദ്യയുടെ പരിണാമമാണ്. അങ്ങനെ അതിനെ മനസ്സിലാക്കണം. നമ്മളുടെ അവിദ്യ തന്നെ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ പരിണമിച്ച് നമ്മളുടെ മുമ്പിൽ കാണപ്പെടുന്നതാണ് ഈ രജ്ജുവിൽ കാണുന്ന സർപ്പം എന്ന് പറയുന്ന സാധനം. സ്വപ്നത്തിലും അങ്ങനെയാണ്. സ്വപ്നത്തിൽ നമ്മൾ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? എന്ത് പരിണമിച്ചതാണ്? നമ്മുടെ അവിദ്യ തന്നെ വാസനാമൂലകമായിട്ട് പരിണമിച്ച് നമ്മളുടെ മുമ്പിൽ പലതായിട്ട് കാണപ്പെടുന്നതാണ് സ്വപ്നം. ഈ സ്വപ്നത്തെ പോലെ തന്നെ ജാഗ്രത് കാലത്ത് നമുക്ക് സ്വപ്നം പോലത്തെ അനുഭവമാണത് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? സ്വപ്ന തുല്യമായ ഒരു അനുഭവമാണ് കയറിൽ പാമ്പിനെ കാണുന്നത്. ആ കയറിൽ കാണുന്ന പാമ്പ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിലുള്ള സർപ്പമാണോ? പക്ഷേ സർപ്പം പോലെ തോന്നുന്നുണ്ടല്ലോ. സർപ്പം എന്ന് വിളിക്കാൻ പറ്റുന്നൊരു സാധനമാണ്, പക്ഷേ സർപ്പമല്ല. അത്തരം സന്ദർഭത്തിൽ നമ്മൾ പറയുന്ന വാക്കാണ് പ്രാതിഭാസിക സർപ്പം എന്ന്. പ്രാതിഭാസികമായ വസ്തുവാണത്. അങ്ങനെ ഒന്നുണ്ട് അവിടെ. അത്യന്തം അസത്താണെങ്കിൽ അത് ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രാതിഭാസികമായിട്ടുള്ള സർപ്പമാണ്.
ഈ സർപ്പത്തെ നമ്മൾ അറിയുന്നു എന്ന് പറയില്ലേ, അവിടെ എന്താണ് ഈ അറിവ്? ഞാൻ കാണുന്ന ആ അറിവിനാണ് നമ്മൾ ഭ്രമം എന്ന് പറയുക. അറിവെന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള അറിവ്, ശരിയായിട്ടുള്ള അറിവല്ല. ശരിയായിട്ടുള്ള അറിവല്ല എങ്കിലും അതിനെ അറിവെന്ന് പറയാം. ഭ്രമം, മിഥ്യാജ്ഞാനം. ഈ മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു അവിദ്യാവൃത്തിയാണ്. അവിദ്യാവൃത്തി എന്ന് പറഞ്ഞുകൂടാ, അവിദ്യാവൃത്തിയിൽ പ്രതിബിംബിച്ച ചൈതന്യമാണ് മിഥ്യാജ്ഞാനം. നോക്കൂ, ഭ്രമജ്ഞാനവും ഒരു ചൈതന്യം തന്നെയാണ്. ഭ്രമജ്ഞാനത്തിനെ നിങ്ങൾ മാറ്റി നിർത്താൻ പാടില്ല, അതും ഒരു ചൈതന്യം. എല്ലാ ജ്ഞാനങ്ങളും ഞാൻ അതിൽ ക്ലോസിൽ ഒരു തരത്തിലുള്ള അത്രയേ ഉള്ളൂ. എല്ലാ ജ്ഞാനവും ബ്രഹ്മജ്ഞാനവും അങ്ങനെയാണ്. ബ്രഹ്മജ്ഞാനം അടക്കം ഒരു വൃത്തിയവച്ഛിന്ന ചൈതന്യമാണ്. കാരണം അത് ഉണ്ടാവുന്ന ഒന്നാണ്. അതിനാണ് അഖണ്ഡാകാര വൃത്തി എന്നൊക്കെ വേദാന്ത ശാസ്ത്രത്തിൽ ശബ്ദം പറയും. നിങ്ങൾക്ക് മോക്ഷം ഉണ്ടാക്കി തരും, മോക്ഷത്തിന് കാരണമായിട്ടുള്ള ബ്രഹ്മജ്ഞാനത്തെ എടുത്തു കഴിഞ്ഞാലും അതൊരു വൃത്തിയവച്ഛിന്ന ചൈതന്യമാണ്. ഈ ഒരു സ്റ്റാൻഡേർഡ്, ഈ ഒരു സിദ്ധാന്തം ഇതിനെവിടെയും മാറ്റില്ല. ഇതൊറ്റ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. വൃത്തിയവച്ഛിന്ന ചൈതന്യമാണ്. എല്ലാം വൃത്തി മാറിക്കൊണ്ടിരിക്കും. ആ വൃത്തിക്ക് എന്ത് വിഷയമാവുന്നുവോ അതിനെക്കുറിച്ചുള്ള ജ്ഞാനമായിട്ട് നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നു. ഇപ്പോൾ ഒരു മുമ്പിലിരിക്കുന്ന പുഷ്പാകാരേണ പരിണമിക്കപ്പെട്ട വൃത്തിയിൽ പ്രതിബിംബിക്കപ്പെട്ട ചൈതന്യമായി കഴിഞ്ഞാൽ ആ ചൈതന്യത്തിനെ പുഷ്പജ്ഞാനം എന്ന് നമ്മൾ വിളിക്കുന്നു. നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിനെ തദാകാരേണ അന്ധക്കരണ വൃത്തിയുടെ പരിണാമം സംഭവിക്കും. അങ്ങനെ പരിണമിക്കപ്പെട്ട അന്ധക്കരണ വൃത്തിയിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യമാണ് പുഷ്പജ്ഞാനം. അയ്യോ, അതേപോലെ തന്നെ രജ്ജുവിൽ സർപ്പത്തെ കാണാമെന്ന് വയ്ക്കുക. രജ്ജുവിൽ സർപ്പത്തെ കാണുന്ന സമയത്ത് അവിടെ സർപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാതിഭാസിക സർപ്പമുണ്ടോ എന്ന് പറയണം. സർപ്പമുണ്ടോ വെച്ചാൽ ഇല്ല എന്നാണ് നമ്മളെല്ലാവരും പറയുക. പക്ഷേ അത് സാമാന്യ ജനങ്ങൾ പറയുന്ന ഭാഷയാണ്. വേദാന്തികൾ പറയുമ്പോൾ എങ്ങനെ പറയണം? സർപ്പം ഇല്ല എന്നങ്ങോട്ട് പറയാറായിട്ടില്ല. ലോകത്തിൽ വ്യാവഹാരികമായിട്ട് കാണുന്ന നമ്മളെ വാസ്തവത്തിൽ കടിക്കുന്ന സർപ്പമുണ്ടല്ലോ, അതില്ല. പക്ഷെ എന്താണുള്ളത്? പ്രാതിഭാസികമായ സർപ്പം അവിടെ ഉണ്ട്. ശ്രദ്ധിക്കണം, പ്രാതിഭാസികമായ സർപ്പം അവിടെ ഉണ്ട്. ഈ പ്രാതിഭാസികമായ സർപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അസത്തല്ല, അതാണ് പ്രാതിഭാസിക സത്ത. അതിനുണ്ട്. അത്യന്തം അസത്താണെന്ന് കഴിഞ്ഞാൽ അതിന് പ്രതീതി തന്നെ ഉണ്ടാവില്ല. അത്യന്തം അസത്ത് എന്ന് എന്തിനെയാണ് വിളിക്കുന്നത്? പ്രതീതി തന്നെ ഇല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു തോന്നലേ ഉണ്ടാവാൻ പാടില്ല. അപ്പോഴേ അത്യന്തം അസത്ത് എന്ന് പറയാവൂ. ഇത് അതിൻ്റെ രണ്ടിൻ്റെയും കിടക്കുന്നതാണ്. അതിനൊരു സത്ത ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഉണ്ടതെന്ന് തോന്നുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അതിനെ വെറുതെ വിടാൻ പാടില്ല. അപ്പോൾ ഭ്രമമാണെന്ന് വെച്ചാൽ നമ്മളതിനെ വെറുതെ വിടുന്നില്ല. നമ്മളതിനും ഒരു മാന്യത കൊടുക്കുന്നുണ്ട്. അതിന് യോജിച്ച ഒരു മാന്യത നമ്മളതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാതിഭാസിക സർപ്പം എന്നൊരു കൺസെപ്റ്റാണ്. അതിനെക്കുറിച്ച് പിന്നീട് പറയും. അത് ഞാൻ അപ്പോൾ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ഈ പ്രാതിഭാസിക സർപ്പം അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഉണ്ടെന്നിപ്പോൾ തൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക. പിന്നീട് ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാം. ഈ പ്രാതിഭാസിക സർപ്പം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ അവിദ്യയുടെ ഒരു പരിണാമമാണ്. ഈ അവിദ്യയ്ക്ക് രണ്ട് തരത്തിലുള്ള പരിണാമമാണ്. ഒന്ന് ആ പ്രാതിഭാസിക സർപ്പം എന്നുള്ള രൂപത്തിലുള്ള പരിണാമം, മറ്റൊന്ന് സർപ്പജ്ഞാനം. അതൊരു അവിദ്യാവൃത്തി എന്നാണ് ഇതിന് പറയുക. ആ സർപ്പവും അവിദ്യയുടെ പരിണാമമാണ്, സർപ്പജ്ഞാനവും അവിദ്യയുടെ പരിണാമമാണ്. അപ്പോൾ അവിദ്യയ്ക്ക് രണ്ട് തരത്തിലുള്ള പരിണാമമാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം ഓൾറെഡി വിഷയം അവിടെ ഇല്ല. വിഷയം തൽക്കാലമായിട്ട് അവിടെ ഉണ്ടാവേണ്ട ഒന്നാണ്. ഇവിടെ അങ്ങനെയല്ല. ഈ പുഷ്പം ഇവിടെ ഉണ്ട്. അപ്പോൾ പുഷ്പത്തെ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അന്ധക്കരണം അതിനെ പുഷ്പാകാരേണ പരിണമിക്കും. രജ്ജുവിൽ സർപ്പഭ്രമം വരുമ്പോൾ അങ്ങനെയല്ല. പ്രസിദ്ധമായ സർപ്പം അവിടെ ഇല്ല. അപ്പോൾ സർപ്പത്തിൻ്റെ ആകാരത്തിൽ അവിദ്യയ്ക്ക് ഒരു പരിണാമം. പിന്നെയോ അവിദ്യാവൃത്തി എന്ന് പറയുന്ന രണ്ടാമതൊരു സാധനമുണ്ട് അവിടെ. അതാണ് സർപ്പജ്ഞാനം. സർപ്പം വേറെ, സർപ്പജ്ഞാനം വേറെ അല്ലേ? സർപ്പം വേറെ, സർപ്പജ്ഞാനം വേറെ. നമ്മൾ ഭ്രമം എന്ന് പറയുന്നത് എന്തിനാണ്? സർപ്പജ്ഞാനത്തിനാണ് ഭ്രമം എന്ന് പറയുന്നത്. സർപ്പം എന്ന് പറയുന്നത് പ്രാതിഭാസിക സർപ്പം. ഇതൊക്കെ വേർതിരിച്ചറിയണം നിങ്ങൾ. ജ്ഞാനം, വിഷയം ഒക്കെ ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ റൂൾസൊക്കെ തെറ്റും. സർപ്പം വേറെ, അത് വിഷയമാണ്. പ്രാതിഭാസിക സർപ്പം എന്ന് പറയുന്നത് എന്താണ്? പ്രാതിഭാസിക സർപ്പം എന്ന് പറയുന്നത് ഭ്രമമല്ല, ഭ്രമത്തിൻ്റെ വിഷയമാണ്. ഭ്രമം എന്ന വാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്
സർപ്പത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയ്ക്കാണ്. തെറ്റിദ്ധാരണ വേറെ, തെറ്റിദ്ധാരണയുടെ വിഷയം വേറെ. ഇതൊക്കെ ഒന്നല്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ഭ്രമമാണ് നമ്മൾ പറയില്ലേ? ശരിക്കും പറഞ്ഞാൽ ആ പ്രയോഗം തെറ്റാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് ഭ്രമത്തിൻ്റെ വിഷയമാണ്. പക്ഷേ നമ്മൾ നാട്ടിൽ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും. വേദാന്തത്തിൽ എന്താണ് നിങ്ങൾ പഠിച്ചത്? വേദാന്തത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഭ്രമമാണ്. അങ്ങനെ പറഞ്ഞുകൂടാ. ശാസ്ത്രത്തിൽ പറയുമ്പോൾ എങ്ങനെ വേണം? ഭ്രമത്തിൻ്റെ വിഷയമാണ്. ഭ്രമം എന്ന വാക്ക് ആ ജ്ഞാനത്തെയാണ് കാണിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ബോധം. തെറ്റിദ്ധാരണ, ശരിയായിട്ടുള്ള അറിവല്ല, തെറ്റായിട്ടുള്ള അറിവ്. അതിനെയാണ് നമ്മൾ ഭ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലം ആ വിഷയം നിർത്തുകയാണ്. അവിടെ നമ്മൾ എന്താ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് ചോദിച്ചല്ലോ. ഭ്രമം എന്ന് പറയുന്നത് ഇല്ലാത്ത വസ്തുവിനെ, വാസ്തവത്തിൽ ഇല്ലാത്ത വസ്തുവിനെ കുറിച്ചുള്ള അറിവ്. അതെന്താണ്? അവിദ്യാവൃത്യവച്ഛിന്ന ചൈതന്യം. ഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിദ്യാവൃത്യവച്ഛിന്ന ചൈതന്യം എന്ന്. എന്തിൻ്റെ? അന്ധക്കരണത്തിൻ്റെ സപ്പോർട്ടില്ല. അന്ധക്കരണത്തിൻ്റെ സപ്പോർട്ട് എന്തിനാണ് വേണ്ടി വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ധക്കരണത്തിന് അവിടെ ഒരു റോളുണ്ട്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതം എന്ന വസ്തുവിനെ കാണണ്ടേ? അത് വ്യാവഹാരികമാണല്ലേ? ഇതം രജതം അല്ലെങ്കിൽ അയം സർപ്പഹ എന്ന് പറയില്ലേ? അയം സർപ്പഹ എന്നുള്ളിടത്ത് അയം എന്നൊരു അംശമുണ്ട്, സർപ്പഹ എന്നൊരു അംശമുണ്ട്. അയം എന്ന അംശം എന്താണ്? വാസ്തവത്തിൽ അവിടെ ഉള്ള രജ്ജു. രജ്ജുവിനെ നമ്മൾ രജ്ജുവായിട്ട് അറിയുന്നില്ല, എന്തോ ഒന്നായിട്ട് അറിയുന്നു, ഇല്ലേ? അപ്പോൾ അവിടെ ഇതം എന്നൊരു വൃത്തിയുണ്ട്. രണ്ട് വൃത്തിയുണ്ട് അവിടെ. ഇതം എന്നൊരു വൃത്തി, സർപ്പഹ എന്നൊരു വൃത്തി. അല്ലെങ്കിൽ അയം എന്നൊരു വൃത്തി, സർപ്പഹ എന്നൊരു വൃത്തി. അയം എന്ന വൃത്തി അന്ധക്കരണ വൃത്തിയാണ്. സർപ്പഹ എന്നുള്ള വൃത്തി അവിദ്യാവൃത്തിയാണ്. ഇതൊക്കെയാണ് പ്രക്രിയ. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കണം. ഇതൊരു കണക്ക് പോലെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളൊരു പ്രഭാഷണ വിഷയമല്ല ഇത്. പ്രഭാഷണം വേറെ. വേദാന്തത്തിൽ നമ്മൾക്ക് ലോകത്തിൻ്റെ നടപടികളെക്കുറിച്ച് പല വിഷയങ്ങളും നമുക്ക് പ്രഭാഷണം ചെയ്യാം, അത് വേറെ വിഷയം. അതിൻ്റെ പിന്നിലുള്ള പ്രക്രിയകളെ പഠിക്കുമ്പോൾ നിങ്ങളൊരു സയൻറ്റിഫിക് തോട്ട് ഫ്ലോ വേണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ആ വസ്തുക്കളെ വേർതിരിച്ചറിയണം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ജ്ഞാനങ്ങളും വാസ്തവത്തിൽ എന്താണ്? വൃത്യവച്ഛിന്ന ചൈതന്യങ്ങളാണ്. വൃത്തി ചിലപ്പോൾ അന്ധക്കരണ വൃത്തിയാവാം, ചിലപ്പോൾ അവിദ്യാവൃത്തിയാവാം. അപ്പോൾ എന്തോ ഒരു മനസ്സിൻ്റെ പരിണാമം, അല്ലെങ്കിൽ ഒരു മായാവൃത്തി എന്ന് പറയാം. ഈശ്വരൻ്റെ ജ്ഞാനം. ഈശ്വരൻ സങ്കല്പിക്കുന്നു എന്ന് പറയില്ലേ? ഈശ്വരൻ ജഗത് സ്രഷ്ടവ്യം എന്ന് ഈശ്വരൻ്റെ സങ്കല്പത്തെക്കുറിച്ച് പറയുന്നില്ലേ? അഹം ബഹുസ്യാം പ്രജായേയ ഉപനിഷത്തിലത്തെ വാക്യമാണ്. ഞാൻ പലതായിട്ട് ഭവിക്കട്ടെ എന്ന് പരമാത്മാവ് സങ്കല്പിച്ചു എന്ന് പറയില്ലേ? അതെന്താണ്? പരമാത്മാവിൻ്റെ ജ്ഞാനമാണ്, അല്ലേ? പരമാത്മാവിൻ്റെ ഒരു ജ്ഞാനമല്ലേ അത്? അല്ലേ? ആണെന്ന് പറയൂ. ആ, നിങ്ങൾ തല കുലുക്കാൻ പഠിക്കണം, ഒന്നുമില്ലെങ്കിൽ. പരമാത്മാവിൻ്റെ ഒരു ചിന്തയല്ലേ അത്? അല്ലേ? ആ, അപ്പോൾ അതിനെന്താണ് പറയുക? പരമാത്മാവിലുള്ള ഒരു ജ്ഞാനം. പരമാത്മാ ഏവം ജാനാതി ഏവം സങ്കല്പം കരോതി എന്ന് പറയണ്ടേ? പരമാത്മാ ഇത്തം സങ്കല്പയതേ എന്ന് പറയണ്ടേ? അതൊരു ജ്ഞാനല്ലേ? അതെന്താണ്? പരമാത്മാവിന് അന്ധക്കരണമുണ്ടോ? ഇല്ല. ഈശ്വരന് മനസ്സില്ല, അറിയോ? ന തസ്യ കാര്യം കരണഞ്ച വിദ്യതേ ന തത് സമശ്ചാഭ്യധികശ്ച വിദ്യതേ. ശ്രുതിയാണ്. ന തസ്യ കാര്യം കരണഞ്ച വിദ്യതേ. പരമാത്മാവിന് കാര്യവും കരണവുമില്ല. ഇവിടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയം, അന്ധക്കരണം, ഇത് രണ്ടുമാണ് കാര്യം. ക്ഷമിക്കണം, ശരീരത്തിനെയാണ് കാര്യം എന്ന് പറയുന്നത്. കരണം എന്നുള്ളതിനെ കൊണ്ട് ഇന്ദ്രിയങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. പരമാത്മാവിന് ശരീരവും ഇന്ദ്രിയങ്ങളും ഇല്ല. ഇതാണ് ശ്രുതിക്കർത്ഥം. ന തസ്യ കാര്യം കരണഞ്ച വിദ്യത്തെ. കാര്യകരണ സംഘാത എന്നൊരു വാക്യം, ഒരു പദം ഭാഷ്യത്തിൽ എപ്പോഴും പ്രയോഗിക്കും. കാര്യകരണ സംഘാത. കാര്യകരണ സംഘാതം എന്ന് പറഞ്ഞാൽ ശരീരം, ഇന്ദ്രിയം. കാര്യം എന്ന് പറഞ്ഞാൽ ശരീരം, കരണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. ഇത് രണ്ട് മാർക്കില്ല, പരമാത്മാവിനില്ല. അപ്പോൾ പിന്നെ പരമാത്മാവിൻ്റെ ജ്ഞാനം, അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണമല്ലോ. നമ്മുടെ ജ്ഞാനങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാൽ പോരാ. പരമാത്മാ ജാനാതി ഈശ്വര സമവേദം ജ്ഞാനം തത്കിം. നൈയായികന്മാരുടെ ഭാഷയിൽ ഗുണ. നമുക്കതുകൊണ്ടായില്ല. അവിടെ ഒരു പരിണാമം വേണം, ഒരു വൃത്തി വേണ്ടേ? അതെന്ത് വൃത്തിയാണ്? മായാവൃത്തി എന്ന് പറയും. ഈശ്വരന് മായാവൃത്തി.
ഈശ്വരൻ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നു എന്ന് പറയണ്ടേ? അറിയാണ്ട് എങ്ങനെയാണ് പരിപാലിക്കുന്നത്? പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയെ നിയമിക്കുന്ന ഒരു തത്വമാണല്ലോ പരമാത്മാ എന്ന് പറയുന്നത്. ഈ പരമാത്മാ അയം പരമാത്മാ യതി പ്രപഞ്ചം നിയമയതി കിം ജ്ഞാത്വാ നിയമയതി വാ അജ്ഞാത്വാ നിയമയതി വാ? ജ്ഞാത്വാ ഖലു നിയമയതി. സർവം ജാനാതി യസ് സർവജ്ഞ സർവവിത്. എല്ലാം അറിയുന്നവനാണ് എന്നൊക്കെ ശ്രുതി പറയുന്നു. അപ്പോൾ പരമാത്മാവിൻ്റെ അറിവ് എന്താണ്? അത് അന്വേഷിക്കണ്ടേ? അന്ധക്കരണവും ശരീരമൊന്നും ഇല്ലാച്ച പിന്നെ എങ്ങനെയാണ്? പരിഭ്രമിക്കേണ്ട. മായ എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആ മായയ്ക്ക് രണ്ട് തരത്തിലുള്ള പരിണാമമുണ്ട്. ഒന്ന് പ്രപഞ്ചാകാരേണയുള്ള പരിണാമം, മറ്റൊന്ന് പ്രപഞ്ചജ്ഞാനാകാരേണയുള്ള പരിണാമം. മായ പ്രപഞ്ചമായിട്ടും പരിണമിക്കുന്നു, പ്രപഞ്ചജ്ഞാനരൂപത്തിലും പരിണമിക്കുന്നു. ഈ പ്രപഞ്ചജ്ഞാനരൂപത്തിലുള്ള മായയുടെ പരിണാമമാണ് മായാവൃത്തി എന്ന് പറയുന്നത്. ഈ മായാവൃത്തിയിൽ പ്രതിബിംബിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ്റെ ജ്ഞാനം. അപ്പം അതൊരു വൃത്തിജ്ഞാനമല്ലേ? അതും ഒരു വൃത്തിജ്ഞാനമാണ്. ഈശ്വരൻ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ ജ്ഞാനവും ഒരു വൃത്തിജ്ഞാനമാകുന്നു. എന്ത് വൃത്തിയാണ് ഇവിടെ? മായാവൃത്തിയാണ്, അന്ധക്കരണ വൃത്തിയല്ല, അവിദ്യാവൃത്തിയുമല്ല. അല്ല, ഒന്നാണെന്ന് പറയാം. പക്ഷേ ഇപ്പം രണ്ടായിട്ട് കണക്കാക്കിക്കോളൂ, സാരമില്ല. അവിദ്യയും മായയും ഒന്നാണെന്ന് പറയാം. ജീവാത്മാവിന് അവിദ്യ, പരമാത്മാവിന് മായ, ഇങ്ങനെ വെച്ചോളൂ. കുറച്ച് സൗകര്യമുണ്ട് പറയാൻ. എല്ലാം കൂടി ഒന്നിച്ച് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരമാത്മാവിൻ്റെ ഒരു ശക്തിയാണ് മായ, ജീവാത്മാവിൻ്റെ ശക്തിയാണ് അവിദ്യ. ശക്തിയോ ദൗർബല്യമോ എന്തോ. ജീവാത്മാവിനെ ബന്ധിക്കുന്ന സാധനമാണ് അവിദ്യ. പരമാത്മാവിനെ മായ ബന്ധിക്കുന്നില്ല, കാരണം പരമാത്മാവിന് അധീനമാണ് മായ, അതുകൊണ്ട് അത് ബന്ധിക്കുന്നില്ല. അങ്ങനെ വെച്ചാൽ മതി തൽക്കാലം. അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് എല്ലാം കൂടി എനിക്കിപ്പോൾ പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ പരമാത്മാവിൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാത്മാവിലുള്ള മായയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫോർമേഷൻ, പ്രത്യേക തരത്തിലുള്ള പരിണാമത്തിനാണ് പരമാത്മനഃ ജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പം എന്തായി കഴിഞ്ഞു വന്നാൽ നമ്മുടെ സിദ്ധാന്തം നിൽക്കുന്നത് എവിടെയാണ്? എല്ലാ ജ്ഞാനങ്ങളും, അത് പരമാത്മാവിൻ്റെ ജ്ഞാനമാവട്ടെ ജീവാത്മാവിൻ്റെ ജ്ഞാനമാവട്ടെ, എല്ലാ ജ്ഞാനങ്ങളും വൃത്യവച്ഛിന്ന ചൈതന്യമാണ്. വൃത്തിരൂപമല്ല, വൃത്യവച്ഛിന്ന ചൈതന്യ രൂപമാണ്. ചൈതന്യമാണ് വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത്, വൃത്തിയല്ല. അതുകൊണ്ട് ചൈതന്യത്തെ ഉൾപ്പെടുത്താതെ ന അസാക്ഷികാവൃത്തി ജാനാതിന അഭിധീയതേ. ഈക്ഷത്യധികരണത്തിൽ ഭാഷ്യമാണ്. നിങ്ങൾ MA പഠിക്കുന്നവരാരൊക്കെയാണ്? ഈക്ഷത്യധികരണം എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെയാണ് ആ സംഭവം ഉള്ളത്? ബ്രഹ്മസൂത്രത്തിൽ. സന്തോഷമായി. അപ്പോൾ അവിടെ ഭാഷ്യകാരൻ എഴുതുന്നുണ്ട്, ന അസാക്ഷികാവൃത്തി ജാനാതിന അഭിധീയതേ. ഈ പറഞ്ഞ വർത്തമാനങ്ങളൊന്നും ഭാഷ്യകാരന് അറിയാത്തതല്ല. അസാക്ഷികാവൃത്തി എന്ന് പറഞ്ഞാൽ കേവല വൃത്തി, ചൈതന്യ പ്രതിബിംബ ശൂന്യമായ വൃത്തിക്ക് ജ്ഞാനം എന്ന് പേരില്ല. ജാനാതി എന്ന ശബ്ദം കൊണ്ട് കേവല വൃത്തിയെ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല എന്നർത്ഥമാണ് ഇതിന്. അസാക്ഷികാവൃത്തി, ചൈതന്യ പ്രതിബിംബ ശൂന്യമായ കേവല വൃത്തിയെ ആരും ജ്ഞാനെന്ന് പറയാറില്ല. അതുകൊണ്ട് ചൈതന്യ പ്രതിബിംബ സഹിതമായ വൃത്തിയെ പറയാം, അല്ലെങ്കിൽ വൃത്തിയിൽ പ്രതിബിംബിച്ച ചൈതന്യത്തെ നമുക്ക് ജ്ഞാനെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് വൃത്തിയിൽ പ്രതിബിംബിച്ച ചൈതന്യത്തെ ജ്ഞാനം എന്ന് പറയുന്ന പറച്ചിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരൊറ്റ പോയിന്റിലേക്ക് വെച്ചുകൊണ്ട് നമുക്കെല്ലാം സമന്വയിച്ചെടുക്കേണ്ടതുണ്ട്. എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ്? എല്ലാ ജ്ഞാനങ്ങളും വൃത്യവച്ഛിന്ന ചൈതന്യ രൂപങ്ങളാണ്. അപ്പോൾ ജ്ഞാനം നാമക്കും വൃത്യവച്ഛിന്ന ചൈതന്യം, അന്ധക്കരണ വൃത്യവച്ഛിന്ന ചൈതന്യം എന്ന് എടുത്തു പറയരുത്. കാരണം ഭ്രമജ്ഞാനവും ജ്ഞാനമാണ്, അത് അവിദ്യാവൃത്യവച്ഛിന്ന ചൈതന്യമാണ്. അപ്പോൾ എല്ലാത്തിനും പാകത്തിന് പറയുമ്പോൾ എന്ത് വൃത്തി എന്ന് സ്പെസിഫിക് ആയിട്ട് പറയണ്ട, വൃത്യവച്ഛിന്ന ചൈതന്യം ജ്ഞാനം. ഇനി അങ്ങനെ കയറ്റി കൊണ്ടുവരിക. അങ്ങനെയാണ് ശാസ്ത്രം വ്യാഖ്യാനിക്കുക. ജ്ഞാനം എന്ന് മാത്രം പറഞ്ഞാൽ എന്താണ്? വൃത്യവച്ഛിന്ന ചൈതന്യം ആണോ? ഘടജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കയറ്റി കൊണ്ടുവരണം. നോക്കൂ, ആ കൊണ്ടുവരുന്ന രീതി നോക്കൂ നിങ്ങൾ. ഘടജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം കൊണ്ടുവന്നോ? വൃത്തിക്ക് വിഷയമാണ് ഘടം. ഘടത്തെ വിഷയമാക്കുന്ന വൃത്തിയിൽ പ്രതിബിംബിച്ച ചൈതന്യമാണോ?
तर्हि घटज्ञानं भवति। घटविषयकवृत्त्यवच्छिन्नचैतन्यम् अयो इनि घटप्रम എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടപ്രമ, ഘടത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം അതിനല്ലേ ഘടപ്രമ എന്ന് പറയാം. ഒരു ജ്ഞാനം പ്രമയാവാൻ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അതതിൽ ചേർക്കണം, അതിൻ്റെ വാലിൻ്റെ അറ്റത്ത് ചേർക്കണം. ഒരു ജ്ഞാനം പ്രമയാണ് എന്ന് ചിത്രീകരിക്കുന്നതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നറിയാൻ ആദ്യം പ്രമാലക്ഷണം ഓർക്കണം. പ്രമാലക്ഷണം എന്തായിരുന്നു? മറന്നു? പറയൂ പറയൂ, ഒരാൾ പറയൂ. ഈ കുട്ടി പറയുന്നുണ്ട്. അനധികത അബാധിത അർത്ഥവിഷയക ജ്ഞാനം, ഇതിനല്ലേ പ്രമാ എന്ന് പറയാം. അനധികത അബാധിത അർത്ഥവിഷയക ജ്ഞാനം, ഇതിനല്ലേ പ്രമാ എന്ന് പറയാം. അവിടെ അർത്ഥ എന്നുള്ളതിനെ കൊണ്ട് ഘടത്തെ എടുക്കണം, വേണ്ടേ? അപ്പോൾ ഘടപ്രമ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഈ പരിഭാഷ വന്ന രീതിയിൽ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. മനസ്സിലാവുന്നുണ്ടോ? ജ്ഞാനം എന്ന് പറഞ്ഞാൽ വൃത്തിവച്ഛിന്ന ചൈതന്യം. കേവലം ഘടജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രമയും പ്രമയും ആവാം, രണ്ടും ആവാം. ഘടവിഷയക വൃത്തിവച്ഛിന്ന ചൈതന്യം കഴിഞ്ഞു. നിങ്ങളൊന്ന് എഴുതി വയ്ക്കൂ. വെറും ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ജ്ഞാനം എന്ന് മാത്രം എഴുതാം. ജ്ഞാനം എന്താണ് അതിൻ്റെ നിർവചനം? എന്താണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ? എന്താണ്? വൃത്യവച്ഛിന്ന ചൈതന്യം, അത്ര എഴുതാവൂ. ഇതാണ് ജ്ഞാനം. എല്ലാ ജ്ഞാനങ്ങളും വൃത്യവച്ഛിന്ന ചൈതന്യങ്ങളാണ്. വൃത്യവച്ഛിന്ന ചൈതന്യം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഘടജ്ഞാനം. ഘടജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം. ഘടവിഷയകമായ വൃത്തി, അതിനാൽ അവച്ഛിന്നമായ ചൈതന്യം. ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം, ഇതാണ് ഘടജ്ഞാനം. ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം അയ്യോ. ഇനി ഘടപ്രമ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമാലക്ഷണം ഓർക്കൂ. അനധികത അബാധിത അർത്ഥവിഷയക ജ്ഞാനമല്ലേ പ്രമ. ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വൃത്തിവച്ഛിന്ന ചൈതന്യം ഇല്ല. അതിൽ ആ ജ്ഞാനം എന്നുള്ള സ്ഥാനത്ത് വൃത്തിവച്ഛിന്ന ചൈതന്യം ചേർക്കണം. ബാക്കിയൊക്കെ ശരിയാണ്. അനധികത അബാധിത ഘടവിഷയക വൃത്തിവച്ഛിന്ന ചൈതന്യം. അനധികതവും അബാധിതവും ആയിട്ടുള്ള ഘടം, അതിനെക്കുറിച്ചുള്ള വൃത്തി, അതിനാൽ അവച്ഛിന്നമായ ചൈതന്യം അയ്യോ. അപ്പോൾ അനധികത അബാധിത ഘടവിഷയക അന്തഃക്കരണ വൃത്തി അവച്ഛിന്ന ചൈതന്യം. അന്തഃക്കരണ വൃത്തി എന്ന് വേണ്ട, വൃത്തിയവച്ഛിന്ന ചൈതന്യം എന്ന് മതി. എഴുതൂ. ഘടപ്രമ എന്ന് പറഞ്ഞാൽ അനധികത അബാധിത ഘടവിഷയക വൃത്തിയവച്ഛിന്ന ചൈതന്യം. അത് അന്ധകരണ വൃത്തിയാവാം, അല്ലെങ്കിൽ മായാവൃത്തിയാവാം. ഈശ്വരൻ്റെ ഘടപ്രമയാണെങ്കിൽ മായാവൃത്തി, ജീവൻ്റെ ഘടപ്രമയാണെങ്കിൽ അന്ധകരണ വൃത്തി. ഈശ്വരസ്യ ഘടപ്രമ മായാവൃത്തി. അതുകൊണ്ട് ഞാൻ രണ്ടിനും ചേർത്ത് വൃത്തി എന്നേ പറഞ്ഞുള്ളൂ. അന്ധകരണ വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ ഘടപ്രമയുണ്ട്, അവിടെ അവ്യാപ്തി വരും, അത് മായാവൃത്തിയാണ്. ജീവൻ്റെ ഘടപ്രമ എന്ന് പറഞ്ഞാൽ അന്ധകരണ വൃത്തിയാണ്. അപ്പോൾ രണ്ടിനും പാകത്തിന് പറയുമ്പോൾ അനധികത അബാധിത ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം, ഇതാണ് എന്ത്? ഘടപ്രമ അയ്യോ. ഇനി അടുത്തത് ഘടസ്മൃതി. ഘടസ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടസ്മരണം. എന്താണ്? അനധികത എന്ന് ഒഴിവാക്കണം. ഘടവിഷയക യഥാർത്ഥ സ്മൃതി. യഥാർത്ഥ സ്മൃതിയാണെങ്കിൽ അബാധിത ഘടവിഷയക അനുഭവജന്യ വൃത്യവച്ഛിന്ന ചൈതന്യം, അത് ചെയ്യണം. അനുഭവജന്യം വേണ്ട. സ്മൃതിയുടെ ലക്ഷണം എന്താണ്? സ്മൃതിയുടെ ലക്ഷണം എന്താണ്? ആരെങ്കിലും പറയൂ. സംസ്കാരമാത്രജന്യം ജ്ഞാനം സ്മൃതി എന്നല്ലേ, അതിവിടെ കൊണ്ടുവരണം, അതിവിടെ ആഡ് ചെയ്യണം. അനധികത അബാധിത വിട്ടോളൂ, അത് രണ്ടും വേണ്ട. സംസ്കാരമാത്രജന്യ ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം. എല്ലാം നോക്കിക്കോളൂ. ആ വൃത്യവച്ഛിന്ന ചൈതന്യത്തിൽ പോയിട്ട് എന്ത് ചെയ്യും? സംസ്കാരമാത്രജന്യ ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം ഘടസ്മൃതി അയ്യോ. സംസ്കാരമാത്രജന്യ ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം ഘടസ്മൃതി. ഇനി സ്മൃതിക്ക് രണ്ട് വിഭാഗം.
യഥാർത്ഥ സ്മൃതി, അയഥാർത്ഥ സ്മൃതി. അതിൽ യഥാർത്ഥ സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു സ്മൃതിയുടെയാണോ വിഷയം ബാധിക്കാത്തത് അല്ലേ യഥാർത്ഥ സ്മൃതി. അപ്പോൾ അബാധിത എന്നുള്ള അംശം നമുക്ക് ആവശ്യമുണ്ട്. സംസ്കാരമാത്രജന്യ അബാധിത ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം ഘടവിഷയ യഥാർത്ഥ ഘടസ്മൃതി ആണോ? അനധികത വേണ്ട. സംസ്കാരമാത്രജന്യ എഴുതോ, സംസ്കാരമാത്രജന്യ, ഇങ്ങനെയാണ് ലക്ഷണങ്ങൾ ഉണ്ടാക്കുക. സംസ്കാരമാത്രജന്യ അബാധിത ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം യഥാർത്ഥ ഘടസ്മൃതി. അയ്യോ ഇനി ഘടഭ്രമം എന്ന് പറഞ്ഞാൽ എന്താ? ഘടഭ്രമം. ഒരു പടത്തെ കണ്ടിട്ട് ഘടം എന്ന് ഭ്രമം വരുന്നു. പടം എന്ന് പറഞ്ഞാൽ വസ്ത്രം. വസ്ത്രം കണ്ടിട്ട് ഘടം എന്ന് ഭ്രമം വരും ആർക്കെങ്കിലും? വരും വരും വരും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടോ, ഒരു വസ്ത്രത്തെ നമ്മൾ പശ കൊണ്ട് ബലപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കാലോ. വാസ്തവത്തിൽ ഇത് വസ്ത്രമാണ്, ഘടമല്ല. തെർമോക്കോൾ കൊണ്ട് ഘടം ഉണ്ടാക്കില്ലേ? വാസ്തവത്തിൽ തെർമോക്കോളല്ലേ ഇത്? ഘടമാണ് തോന്നും. പൊക്കി തൊട്ടാൽ അറിയാം, ഓ ഇത് ഒന്നിനും കൊള്ളില്ല എന്നുള്ളത്. എന്തോ ആവട്ടെ, ഘടവിഷയക ഭ്രമം. ഘടമല്ലാത്ത മറ്റെന്തിനെയോ കണ്ടിട്ട് ഘടമാണ്. നമുക്ക് ഘടത്തെ വിട്ടുള്ള കളിയില്ല. ഒരു ഘടത്തെക്കുറിച്ചുള്ള ഭ്രമം ആണെന്ന് വയ്ക്കുക. അപ്പോൾ വാസ്തവത്തിൽ എന്താണ്? വാസ്തവത്തിലുള്ള ഘടമാണോ അത്? അബാധിതമായ ഘടമാണോ? അല്ല, അബാധിതമായ ഘടമല്ലല്ലോ, ബാധിതമായ ഘടമാണ്. ആ വിശേഷണം അവിടെ തട്ടിക്കോളൂ. സംസ്കാരം മാത്രം ജന്യ വേണ്ട. സ്മൃതിയല്ല, സാമാന്യമായിട്ട് ഞാൻ പറയാം. ഘടവിഷയക ഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിത ഘടവിഷയക അവിദ്യാവൃത്യവച്ഛിന്ന ചൈതന്യം. ബാധിത ഘടവിഷയക അവിദ്യാവൃത്യവച്ഛിന്ന ചൈതന്യം എന്നാലും മതി. വൃത്യവച്ഛിന്ന ചൈതന്യം മാത്രം പറഞ്ഞാലും അത് അവിദ്യാവൃത്തി തന്നെ ആവുള്ളൂ. എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മായാവൃത്തിയല്ല, എപ്പോഴും അവിദ്യാവൃത്തിയാണ്. ഭ്രമസ്ഥലത്തൊക്കെ അവിദ്യാവൃത്തിയാണ്. ഈശ്വരന് ഭ്രമമില്ല. അതുകൊണ്ട് ഈശ്വരൻ്റെ ഭ്രമം എങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഈശ്വരന് എപ്പോഴും ഭ്രമയാണുള്ളത്. ഈശ്വരൻ ഭ്രമം ഇല്ല. അതുകൊണ്ട് എന്തായി? അയ്യോ, വിഷയം ബാധിതമാണോ? അങ്ങനെ ബാധിതമായ വിഷയത്തെക്കുറിച്ചുള്ള വൃത്തിയാൽ അവച്ഛിന്നമായ ചൈതന്യമാണ് ഭ്രമജ്ഞാനം. അയ്യോ, ഇനി പ്രത്യക്ഷജ്ഞാനം, പരോക്ഷജ്ഞാനം ഇവിടെ എങ്ങനെയാണ് വിഭാഗം ചെയ്യുക? അതാണ് ഇവിടെ പറഞ്ഞത്. പ്രത്യക്ഷ ഘടജ്ഞാനം, പരോക്ഷ ഘടജ്ഞാനം രണ്ട് തരത്തിൽ വരില്ലേ? ഘടജ്ഞാനം പ്രത്യക്ഷമാവാൻ ചിലപ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന സമയത്ത് ഘടജ്ഞാനം പ്രത്യക്ഷജ്ഞാനമാണ്. ഊഹിക്കുന്ന സമയത്ത് അത് പരോക്ഷജ്ഞാനമാണ്. ഇതിനെങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തുക? രണ്ടും വൃത്യവച്ഛിന്ന ചൈതന്യമാണ്. ഇപ്പോൾ പറഞ്ഞത് ഓർക്കൂ. പ്രത്യക്ഷ സ്ഥലത്ത് എന്താ സംഭവിക്കുന്നത്? വിഷയാവച്ഛിന്ന ചൈതന്യ അഭിന്നമായ വൃത്യവച്ഛിന്ന ചൈതന്യമാണ് അല്ലേ? പ്രത്യക്ഷ സ്ഥലത്ത് വിഷയാവച്ഛിന്ന ചൈതന്യ അഭിന്ന ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം ഘടപ്രത്യക്ഷം. ഓക്കെ, വിഷയാവച്ഛിന്ന ചൈതന്യ അഭിന്ന ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം ഘടപ്രത്യക്ഷം. അപ്പോൾ പരോക്ഷം എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. വിഷയാവച്ഛിന്ന ചൈതന്യ ഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം പരോക്ഷജ്ഞാനം. വിഷയാവച്ഛിന്ന ചൈതന്യ ഭിന്ന ഘടവിഷയക വൃത്യവച്ഛിന്ന ചൈതന്യം ഘടസ്യ പരോക്ഷജ്ഞാനം. ഇനി ഘടത്തെക്കുറിച്ചുള്ള ഈശ്വരൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരൻ ഘടത്തെ അറിയുന്നു. അതെന്താണ് സാധനം? ഘടവിഷയക മായാവൃത്യവച്ഛിന്ന ചൈതന്യം. ഈശ്വരൻ ഘടത്തെ അറിയുന്നു. എന്താണ് അറിവ്? ആ പദാർത്ഥം എന്താണ്? ഘടവിഷയക മായാവൃത്യവച്ഛിന്ന ചൈതന്യം. ഇതാണ് ഈശ്വരജ്ഞാനം.
ബ്രഹ്മവും പരമാത്മാവും ഭിന്നമാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ബ്രഹ്മം എന്നുള്ള വാക്ക് നിർഗുണ ചൈതന്യം എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട്, സഗുണമായ ചൈതന്യം എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട്. പക്ഷേ പരമാത്മാ ഈശ്വരൻ എന്നുള്ള വാക്ക് എപ്പോഴും സഗുണമായ ചൈതന്യം എന്നുള്ള അർത്ഥത്തിലാണ് പൊതുവേ പ്രയോഗിക്കുക. അങ്ങനെ നിയമമൊന്നുമില്ല. ഭാഷ്യകാരൻ നിർഗുണ ചൈതന്യം എന്ന അർത്ഥത്തിലും പരമാത്മാ എന്ന് പ്രയോഗിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിർഗുണ ചൈതന്യമെന്നോ സഗുണ ചൈതന്യമെന്നോ വേർതിരിക്കാതെ രണ്ടിനും പാകത്തിനുള്ളൊരു ശബ്ദമാണ് ബ്രഹ്മം എന്നുള്ളത്. അത്രയേ ഉള്ളൂ. കോണ്ടക്സ്റ്റിനനുസരിച്ചാണ്. ഒരേ ചൈതന്യത്തിനെ തന്നെ ജഗത്തിൻ്റെ കാരണമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മ എന്ന് പറയുന്നു. ശുദ്ധ ചൈതന്യമായിട്ട് നിർഗുണ ചൈതന്യമായിട്ട് പറയുന്ന സമയത്ത് ബ്രഹ്മം എന്ന് പറയുന്നു എന്നൊരു പൊതു നടപടി ഉണ്ടെങ്കിലും അങ്ങനെ ഒരു വ്യവസ്ഥയൊന്നുമില്ല, അങ്ങനൊരു നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന സൂത്രത്തിൽ ബ്രഹ്മം എന്ന ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് സഗുണബ്രഹ്മമാണോ നിർഗുണബ്രഹ്മമാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? രണ്ടിനെയും ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറയണം. കാരണം ഈ ശാസ്ത്രത്തിൽ ചെയ്യാൻ പോകുന്ന ബ്രഹ്മവിചാരം എല്ലാ അധികരണത്തിലും നിർഗുണബ്രഹ്മത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമല്ല അതിലുള്ളത്. സഗുണബ്രഹ്മത്തെക്കുറിച്ചുള്ള ഉപാസനാ പ്രകരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതിൽ. സഗുണബ്രഹ്മസ്വരൂപത്തെക്കുറിച്ചുള്ള ചിന്തകളും ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലുണ്ട്. നിർഗുണബ്രഹ്മത്തെക്കുറിച്ചുള്ള ചിന്തയും ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലുണ്ട്, സൂത്രത്തിലുണ്ട്, ഇല്ലേ? അപ്പോൾ അതഃ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രഹ്മശബ്ദം നിർഗുണ സഗുണ സാധാരണമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തെറ്റില്ല, അത്രയേ ഉള്ളൂ. അത് നമുക്ക് കോണ്ടക്സ്റ്റിനനുസരിച്ച് ശ്രുതിയുടെ പ്രകരണം എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ നിരൂപിക്കുന്നത് നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചാണോ അതോ സഗുണബ്രഹ്മത്തെക്കുറിച്ചാണോ എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും. അനേകം ഗുണങ്ങൾ അതിനെക്കുറിച്ച് കീർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സഗുണബ്രഹ്മത്തെക്കുറിച്ചാണ്. എല്ലാ ഗുണങ്ങളെയും നിഷേധിക്കുകയാണ് ചെയ്യണമെന്നൊക്കെയാ, അത് നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചാണ്. അത്രയേ ഉള്ളൂ. ഇത് രണ്ട് വസ്തുക്കളല്ല, ഒന്നിൻ്റെ തന്നെ രണ്ട് രൂപത്തെ ചിന്തിക്കുന്നു, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ആരോപിതമായ ഗുണങ്ങളെന്ന് പറഞ്ഞാലും വ്യാവഹാരികമാണത്, പ്രാതിഭാസികമല്ല. ഈ ആരോപം എന്നുള്ള വാക്ക് നിങ്ങൾ ധരിക്കേണ്ടത് ഈ ഇമാജിനേഷൻ എന്ന അർത്ഥത്തിലല്ല. ശ്രദ്ധിക്കണം. ഇമാജിനേഷൻ എന്ന വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക? കവികൾ കാവ്യം എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്യില്ലേ? ഇതിങ്ങനെയാണ്, ഇങ്ങനെയാണ് തോന്നും, അങ്ങനെയാണ് തോന്നും എന്നൊക്കെ പറയില്ലേ? ഇതിന് കവികളുടെ കൽപ്പന അത് അവർ ബുദ്ധിപൂർവ്വം ചെയ്യുന്നതാണ്. സഹൃദയന്മാരെ രസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇല്ലാത്തതും ഉള്ളതൊക്കെ കലർത്തിയിട്ട് പറയില്ലേ? അത് കവികൾ ചെയ്യുന്ന ഇമാജിനേഷൻ. അത്തരം ഇമാജിനേഷൻ അല്ല ഇത്. ആ അർത്ഥത്തിലല്ല ഇവിടെ ആരോപം എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ആരോപം, ഒന്ന് പ്രാതിഭാസികമായിട്ടുള്ള ആരോപം, മറ്റൊന്ന് വ്യാവഹാരികമായിട്ടുള്ള ആരോപം. അതിൽ വ്യാവഹാരികമായിട്ടുള്ളതും ആരോപമാണെന്ന് പറയാൻ കാരണം എന്താണ്? നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തോന്നുന്നുവെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ വ്യവസ്ഥിതമായിട്ട് തോന്നുന്നുവെങ്കിലും ബ്രഹ്മജ്ഞാന പര്യന്തമാണ് ഈ ഭ്രമം നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ അത് നിവർത്തിക്കുന്നത് കൊണ്ട് ആരോപിതം എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. സാധാരണ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ആരോപിതമായിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. അത് ശാസ്ത്രത്തിൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ പറയുന്നു, അത്രയേ ഉള്ളൂ. ശരി, അതിരിക്കട്ടെ. അപ്പോൾ എന്തായി? ശരിയായോ ഇപ്പോൾ പറഞ്ഞതൊക്കെ? ഈ കാഴ്ചപ്പാടിൽ ഇതിനെ സമീപിക്കണം. ഇങ്ങനെ ഇതിപ്പോൾ പുസ്തകത്തിലത്തെ വരികളല്ല ഞാനീ പറഞ്ഞത്. പക്ഷേ ഈ ജ്ഞാനം എന്നത് ആ ഒറ്റ പോയിന്റിലേക്ക് ഇങ്ങനെ ചേർത്തുകൊണ്ടേയിരിക്കണം. ഓരോന്നിൻ്റെയും ലക്ഷണം പരിഷ്കരിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. എല്ലാ ജ്ഞാനങ്ങളും വൃത്യവച്ഛിന്ന ചൈതന്യ രൂപങ്ങളാണ് എന്നിരിക്കലും ആ വൃത്തിക്ക് പല വിശേഷങ്ങളുമുണ്ട്. അബാധിത വിഷയകമായിരിക്കുന്ന വൃത്തിയാണോ ആ ജ്ഞാനം പ്രമേയാണ്. ബാധിത വിഷയകമായിരിക്കുന്ന വൃത്യവച്ഛിന്ന ചൈതന്യമാണെങ്കിൽ അത് ഭ്രമമാണ്. വിഷയാവച്ഛിന്ന ചൈതന്യം അഭിന്നമായിരിക്കുന്ന വൃത്യവച്ഛിന്ന ചൈതന്യമാണെങ്കിൽ അത് പ്രത്യക്ഷജ്ഞാനമാണ്. വിഷയാവച്ഛിന്ന ചൈതന്യം അവിടെ, വൃത്യവച്ഛിന്ന ചൈതന്യം ഇവിടെ ആണെങ്കിൽ അത് രണ്ടും വേറെയാണ്. അതുകൊണ്ട് പരോക്ഷമായിരിക്കുന്ന ജ്ഞാനമാണത്. സംസ്കാരമാത്രജന്യമായിരിക്കുന്ന വൃത്യവച്ഛിന്ന ചൈതന്യമാണെങ്കിൽ അത് സ്മരണമാണ്. അങ്ങനെ അല്ല എങ്കിൽ അനധികത അബാധിതാർത്ഥ വിഷയം, അനധികതമായിരിക്കുന്ന ഒരു വൃത്യവച്ഛിന്ന ചൈതന്യമാണെങ്കിൽ അത് പ്രമേയാണ്. ഇങ്ങനെ സ്മരണമല്ല, അനുഭവമാണ്. ഇങ്ങനെ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ ആ ഗ്രന്ഥത്തിൻ്റെ ആ ഒരു കെട്ടുറപ്പ് എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. നോക്കൂ, ഇപ്പോൾ
സത്യം പറഞ്ഞാൽ ഇന്നും നാളെയും കൂടി മാത്രമേ എനിക്ക് സമയമുള്ളൂ. 2 ദിവസം കൊണ്ട് ഈ ജ്ഞാനഗത പ്രത്യക്ഷത്വ പ്രയോജകം, വിഷയഗത പ്രത്യക്ഷത്വ പ്രയോജകം, ഈ 2 കൺസെപ്റ്റും ഒരുവിധം ഇപ്പോൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. വരികൾ വായിച്ചിട്ടില്ല എന്നുള്ളൂ. ഇത് രണ്ടും ചുരുക്കത്തിൽ പറഞ്ഞു. ഭ്രമത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഇതിലുള്ള വിചാരം ഭ്രമത്തെക്കുറിച്ചുള്ള വിചാരമാണ്. അതിൻ്റെയും ഒരു ഏകദേശ രൂപം ഞാനിപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് ഒരുവിധം ഇതിലത്തെ ഗ്രന്ഥത്തിൻ്റെ പ്രമേയങ്ങൾ കവറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വരി വായിച്ച് അതിനെ സമന്വയപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ദൃഷ്ടിയിൽ നിങ്ങളിതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നതെന്ന് തലയിൽ കുറച്ചൊക്കെ കയറും. അല്ലാണ്ട് വരി വായിച്ചിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ്. ഇതിൽ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ഞാൻ ഇതിൽ പറയാൻ വിട്ടുപോയി. അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നോക്കൂ, ഉപാധി എന്നും ഉപഹിതം എന്നും 2 വാക്ക്. ഇതാദ്യം പരിചയപ്പെടുത്തണം. ഉപാധി എന്നും ഉപഹിതം എന്നും വാക്ക്. അതെന്താ എപ്പോഴാണ് പറയുക ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിനോട് ചേർക്കുന്ന വിശേഷണം, അത് ആ വിശേഷണത്തിനെയാണ് പൊതുവെ ഉപാധി എന്ന് പറയുന്നത്. അതിനെ വേർതിരിക്കണം ശരിക്കും. ഉപാധി എന്നും വിശേഷണമെന്നും ഉപലക്ഷണമെന്നും 3 തരത്തിൽ അവച്ഛേദകങ്ങളുണ്ട് എന്ന് പറയും. പിന്നീട് പറയൂ. അത് ഞാൻ വിസ്തരിച്ച് നാളെ പറയാം. ഇന്ന് ചുരുക്കത്തിൽ ചെറിയൊരു കാര്യം പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ആകാശം എത്ര എണ്ണം ഉണ്ട്? ആകാശസ്ത്വേകയേവ തർക്കസങ്കരത്തിലില്ലേ? ആകാശം ഒന്നാണ്. ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് എന്നതിനർത്ഥമുള്ളൂ. അതിനെ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ നമ്മൾ ഘടാകാശ, മഠാകാശ എന്ന് പറയില്ലേ? ഈ വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് വേദാന്ത ഗ്രന്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഘടാകാശ മഠാകാശ എന്ന് വേർതിരിച്ചത് എന്ത് വെച്ചിട്ടാണ്? മഠം എന്ന് പറഞ്ഞാൽ ഒരു പ്രകോഷ്ഠം, ഒരു റൂം എന്നൊരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ മഠം എന്ന പേര് പറയുന്നു. മഠത്തിനാൽ അവച്ഛിന്നമായ ആകാശത്തിനെ മഠാകാശമെന്നും ഘടത്തിനാൽ അവച്ഛിന്നമായ ആകാശത്തെ ഘടാകാശമെന്നും പറയാം. ഇതേ ആശയത്തിൽ നമ്മൾ മറ്റൊരു വാക്ക് ഉപയോഗിക്കുകയാണ്, ഉപഹിതം എന്ന്. മഠോപഹിതം, ഘടോപഹിതം. ഈ വാക്കുകളൊക്കെ പ്രയോഗിച്ച് ശീലിക്കണം. ഘടത്താൽ ഉപഹിതമായത് ഘടോപഹിതം ആയ ആകാശം, അതേപോലെ മഠത്താൽ ഉപഹിതമായത് മഠോപഹിതം ആകാശം. ഇത് രണ്ടും വേറെയാണോ അതോ ഒന്നാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഘടാവച്ഛിന്നമായ ആകാശവും മഠാവച്ഛിന്നമായ ആകാശവും വേറെയാണോ അതോ ഒന്നാണോ? നിങ്ങൾ ആദ്യം ഒരു ഉത്തരം പറയണം. വാസ്തവത്തിൽ ഒന്നാണെങ്കിലും വ്യവഹാരത്തിൽ വേറെയാണ്. അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് വെറുതെ ആയില്ലേ പോയില്ലേ? വെറുതെ ആകാശം എന്ന് പറഞ്ഞതിനേക്കാളും ഘടാവച്ഛിന്ന ആകാശം എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത വേണ്ടേ? എന്താ പ്രത്യേകത? വ്യാവഹാരികമായ അടിസ്ഥാനത്തിൽ അത് വേറെയാണ്. ആണോ? ആണ്. മഠാവച്ഛിന്ന ആകാശം വേറെ, ഘടാവച്ഛിന്ന ആകാശം വേറെ. പരമാർത്ഥത്തിൽ ഒന്നാണെങ്കിലും വ്യവഹാരത്തിൽ വേറെയാണ്. അംഗീകരിച്ചോ? പക്ഷേ ഈ വ്യവഹാരത്തിൽ വേറെയാണെന്ന് നിങ്ങൾക്ക് എപ്പോഴേ പറയാൻ പറ്റൂ? ഈ ഘടം എന്ന് പറയുന്ന സാധനം മഠത്തിന് പുറത്താണെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ആ ഘടം മഠത്തിനകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെയാണോ? ഇപ്പോൾ വേറെയല്ല. ഇപ്പോൾ കുടത്തിലുള്ള വെള്ളം, കിണറ്റിലുള്ള വെള്ളം എന്ന് നിങ്ങൾ എപ്പോഴാണ് പറയുന്നത്? ഈ കുടത്തിലുള്ള വെള്ളം മുക്കിയിട്ട് പുറത്തെടുക്കുമ്പോഴല്ലേ? ആ കുടം കിണറ്റിൽ താത്തി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഘടാവച്ഛിന്ന ജലം, കൂപാവച്ഛിന്ന ജലം വേറെ ഉണ്ടോ? ഇല്ലല്ലോ. ഇതുകൊണ്ട് എന്ത് കിട്ടി ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉപാധി എപ്പോഴാണ് അതിനെ ഉപാധി ഉപഹിതം, ഈ 2 വാക്ക് ശ്രദ്ധിക്കൂ. ഉപാധി ഉപഹിതം. ഇവിടെ ഘടം എന്ന് പറയുന്നത് ഉപാധിയാണ്. അതിനാൽ പരിച്ഛിന്നമായ ആകാശം എന്താണ്? ഉപഹിതമാണ്. ഉപഹിതം ഉപാധി. ഉപാധിയാൽ പരിച്ഛിന്നമായത് ഉപഹിതം. ശ്രദ്ധിച്ചോ? ഉപാധിയാൽ പരിച്ഛിന്നമായ വസ്തുവിനെയാണ് നമ്മൾ ഉപഹിതം എന്ന് പറയുന്നത്. ആത്മാവ് പ്രതിശരീരം ഭിന്നമാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ശരീരത്താൽ ഉപഹിതമായതുകൊണ്ടാണ്. അതർവൈസ് ഒന്നാണ്. അതുകൊണ്ടാണ് നൈയായികന്മാർ നമ്മളായിക്കഴിഞ്ഞാലും ആത്മാവ് ഒന്നാണെന്ന് പറയുന്ന നമ്മളും
ഞാൻ വേറെ നീ വേറെ എന്നുള്ള വ്യവഹാരം നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ബീജം വേണം. എന്ത് വെച്ചിട്ടാ? ഈ ശരീരത്തെ വെച്ചുകൊണ്ടാണ്. ഈ ശരീരം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു, അങ്ങയുടെ ശരീരം അവിടെ ഇരിക്കുമ്പോൾ അങ്ങ് അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ശരീരത്തെ വെച്ചുകൊണ്ടുള്ള ഔപാധികമായ ഭേദത്തെ വെച്ചുകൊണ്ടാണ്. എന്താണ് വാക്ക് പറയുക? ഔപാധിക ഭേദ. ഔപാധിക ഭേദ, ഉപാധിനാ കൃത ഭേദ. ഉപാധി എന്നുള്ളത് ശരീരമാണ്. അതാണ് സാറ് പറഞ്ഞത്, ശരീരം എന്നുള്ള ഉപാധിയെ വെച്ചുകൊണ്ടാണ് ആത്മാവിൻ്റെ ഭേദത്തെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഭേദത്തിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ പറയണത്? ചോദിക്കാൻ പാടില്ല. ലോകവ്യവഹാരത്തിനെ കണ്ണടച്ച് കാണിച്ചിട്ട് എന്തോ ആവട്ടെ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ലോകവ്യവഹാരത്തിനൊരു വില കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്വൈത സിദ്ധാന്തത്തെ മുന്നോട്ട് വയ്ക്കുന്നത്. ലോകവ്യവഹാരം എങ്ങനെയോ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്വൈത സിദ്ധാന്തം പറഞ്ഞാൽ അത് ആരും അംഗീകരിക്കില്ല. അത് വെറുതെ പറഞ്ഞു നടക്കാം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ലോകവ്യവഹാരത്തിന് പറ്റുന്ന വ്യവസ്ഥയൊക്കെ ചെയ്തുകൊണ്ട് വേണം ഈ അദ്വൈത സിദ്ധാന്തത്തെ സമർത്ഥിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പറയുക? ആത്മാവിന് ഭേദമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പം പിന്നെ ഞാൻ വേറെ നീ വേറെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഔപാധിക ഭേദമാണ്. എന്താണ് ഔപാധിക ഭേദം? ഉപാധിയെ മുൻനിർത്തിക്കൊണ്ട് വ്യവഹരിക്കപ്പെടുന്ന ഭേദത്തിനാണ് ഔപാധിക ഭേദം എന്ന് പറയുക. എന്താണ് ഉപാധി? ആത്മാവിനെ പരിച്ഛേദിക്കുന്നത്, എന്തുകൊണ്ടാണോ അത് ഉപഹിതമായത് അതാണ് ഉപാധി. ഇത് പറയാൻ വേണ്ടിയാണ് ആകാശത്തിൻ്റെ ഉദാഹരണത്തെ നമ്മൾ എടുക്കുന്നത്. ആകാശം എന്ന് പറയുന്നത് എല്ലായിടത്തും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണമാണ്. എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കുന്ന ഒന്നാണ്. അതിനെ ഘടാവച്ഛിന്നം ആകാശമെന്നും മഠാവച്ഛിന്ന ആകാശമെന്നും പറയുന്നത് പോലെ, അല്ലെങ്കിൽ കൂപജലമെന്നും ഘടജലമെന്നും പറയുന്നത് പോലെ. കൂപജലം ഘടജലം എന്ന് എപ്പോഴാണ് പറയുക? ഞാൻ നേരത്തെ പറഞ്ഞു ഓർത്താൽ മതി. കൂപത്തിൽ നിന്ന് ഘടം പുറത്തെടുത്താലല്ലേ ഈ ഘടം അതിനകത്ത് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒന്നായി ആണോ? ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു റൂള് കിട്ടി. എന്താണ്? ഈ ഉപാധികൾ വേറെ വേറെ സ്ഥലത്ത് നിൽക്കുമ്പോൾ മാത്രമേ ഉപഹിതങ്ങൾ തമ്മിലുള്ള ഭേദമുള്ളൂ. ഞാൻ പറഞ്ഞത് കിട്ടിയോ? ഉപാധികൾ വേറെ വേറെ സ്ഥലത്ത് നിൽക്കുമ്പോൾ മാത്രമേ ഉപഹിതങ്ങൾ തമ്മിൽ ഭേദം നടപ്പാക്കപ്പെടുന്നുള്ളൂ. എങ്ങനെയാ? ഉദാഹരണത്തിൽ സമന്വയിക്കൂ. ഉപാധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജലത്തിൻ്റെ ഉപാധിയാണ് ഒന്ന് കൂപം, മറ്റൊന്ന് ഘടം. കൂപം അവിടെ, ഘടം ഇവിടെ. അപ്പോൾ ജലം വേറെയാണ്. ഘടം കൂപത്തിനകത്തായി കഴിഞ്ഞാൽ കൂപവും ഘടവും ഒക്കെ ഒരു സ്ഥലത്തായില്ലേ? അപ്പോൾ ജലം വേറെയല്ല. ശരിയോ? അതേപോലെ തന്നെ ഘടാവച്ഛിന്ന ആകാശം മഠാവച്ഛിന്ന ആകാശം എങ്ങനെയാണ് വേറെയാവുന്നത്? ഇവിടെ രണ്ട് ഉപാധികൾ ഏതൊക്കെയാണ്? ഘടവും മഠവും. ആകാശത്തിൻ്റെ രണ്ട് ഉപാധികളാണ് ഘടവും മഠവും. ഈ മഠത്തിന് പുറത്താണ് ഘടം ഇരിക്കുന്നതെങ്കിൽ ഉപാധികൾ രണ്ടും വേറെ സ്ഥലത്തായി. മഠം അവിടെ, ഘടം ഇവിടെ. അപ്പോൾ ഘടാവച്ഛിന്ന ആകാശം വേറെ, മഠാവച്ഛിന്ന ആകാശം വേറെ. ഈ ഘടം കൊണ്ടുപോയിട്ട് മഠത്തിനകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവ രണ്ടും ഒന്നായില്ലേ? അപ്പോൾ എന്ത് കിട്ടി? ഉപാധികൾ വേറെ വേറെ സ്ഥലത്തിരുന്നാൽ മാത്രമേ ഉപഹിതമായ വസ്തുവിന് ഭേദം സിദ്ധിക്കുകയുള്ളൂ. കിട്ടിയോ പറഞ്ഞത്? ഉപാധികൾ വേറെ വേറെ സ്ഥലത്തിരുന്നാൽ മാത്രമേ ഉപഹിതങ്ങൾക്ക് തമ്മിൽ ഭേദമുള്ളൂ. ഒരേ സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ ഉപഹിതങ്ങൾക്ക് തമ്മിൽ ഭേദം ഇല്ല. ഇതിപ്പോൾ ഇവിടെ എന്തിനാണ് പ്രസംഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൈതന്യത്തിന്, ഒരേ ചൈതന്യത്തിന് നമ്മൾ ഈ പ്രത്യക്ഷ പ്രക്രിയ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഔപാധികങ്ങളായ ഭേദങ്ങൾ കൽപ്പിക്കുകയാണ് ചെയ്തത്, അല്ലേ? ഒരേ ചൈതന്യത്തെ വിഷയാവച്ഛിന്ന ചൈതന്യമെന്നും അന്ധക്കരണ വൃത്യവച്ഛിന്ന ചൈതന്യമെന്നും അന്ധക്കരണാവച്ഛിന്ന ചൈതന്യമെന്നും മൂന്നായിട്ട് തരംതിരിച്ചു. ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നത് എപ്പോഴാണ്? വിഷയാവച്ഛിന്ന ചൈതന്യം അവിടെ, അന്ധക്കരണ വൃത്യവച്ഛിന്ന ചൈതന്യം ഇവിടെ എന്ന് വന്നത് എന്തുകൊണ്ടാണ്? അന്ധക്കരണം വൃത്തി ഇവിടെയാണ്, വിഷയം അവിടെയാണ്. അതുകൊണ്ടല്ലേ? ഇപ്പോൾ ഇവിടെ ഉപഹിതം എന്താണ്, ഉപാധി എന്താണ്? പറയൂ. ഉപഹിതം എന്താണ്, ഉപാധി എന്താണ്? ഉപാധികൾ ഏതൊക്കെയാണ്? ആകാശം, ഘടം, മഠം. ഈ ഘടവും മഠവും ഉപാധി, ആകാശം ഉപഹിതം, അല്ലേ? ആകാശം ഉപഹിതം, ഘടവും മഠവും ഉപാധികൾ. അതേപോലെ ഇവിടെ എടുക്കൂ. ഇവിടെ ഉപഹിതം എന്താണ്? ചൈതന്യം. മനസ്സിലാവില്ലേ? ആകാശത്തിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണുള്ളത്?
ചൈതന്യം. പറയൂ. ഉപഹിതമായത് എന്താണ്? ഉപഹിതം എന്താണ്? ആ വാക്കുള്ളിൽ കയറ്റി വയ്ക്കൂ. നിങ്ങൾക്ക് കേട്ടാൽ പോരാ, അത് അപ്പം തന്നെ ഫീഡ് ചെയ്യണത്. കേൾക്കുന്നത് അപ്പോഴേ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കണം. ഉപഹിതം എന്താണ്? ചൈതന്യം. ആകാശം പോലെ, അത് ഓർത്താൽ മതി. ഉപാധികൾ ഏതൊക്കെയാണ്? ഒരേ ചൈതന്യത്തെ മൂന്നാക്കി തിരിച്ച ഉപാധികൾ ഏതൊക്കെയാണ്? അന്ധക്കരണം, അന്ധക്കരണ വൃത്തി, വിഷയം, അല്ലേ? അപ്പോൾ ഈ അന്ധക്കരണ വൃത്തിയാൽ ഉപഹിതമായ ചൈതന്യം ഒന്ന് വേറെ, അന്ധക്കരണത്താൽ ഉപഹിതമായ ചൈതന്യം ഒന്ന് വേറെ, വിഷയത്താൽ ഉപഹിതമായ ചൈതന്യം ഒന്ന് വേറെ എന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? അന്ധക്കരണ വൃത്തിയും വിഷയവും വേറെ വേറെ സ്ഥലത്തിരിക്കുമ്പോഴാണ്, അല്ലേ? അന്ധക്കരണ വൃത്തി അവച്ഛിന്നം ചൈതന്യം വേറെ എന്നും വിഷയാവച്ഛിന്ന ചൈതന്യം വേറെ എന്നും പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? വിഷയമുള്ള സ്ഥലത്ത് അന്ധക്കരണ വൃത്തി ഇല്ലാത്തപ്പോൾ മാത്രമാണ്. ഇപ്പോൾ വിഷയമുള്ള സ്ഥലത്ത് അന്ധക്കരണ വൃത്തിയും ഉണ്ടെങ്കിൽ മഠത്തിൻ്റെ അകത്ത് കടം കൊണ്ടുപോയി വെച്ച പോലെയായി, അല്ലേ? നമ്മളെന്താ സംഭവിച്ചത്? വസ്തുവിനെ കാണുന്ന സമയത്ത് വിഷയമുള്ള സ്ഥലത്ത് അന്ധക്കരണ വൃത്തി എത്തി. അപ്പോൾ അന്ധക്കരണ വൃത്തിയും വിഷയവും ഒരു സ്ഥലത്തുണ്ട്. അപ്പോൾ എന്ത് വന്നു? അന്ധക്കരണ വൃത്തി അവച്ഛിന്ന ചൈതന്യവും വിഷയാവച്ഛിന്ന ചൈതന്യവും വേറെ അല്ലാതെയായി, ഒന്നായില്ലേ? ഇതാണ് പറഞ്ഞത് വിഷയാവച്ഛിന്ന ചൈതന്യ അഭിന്ന അന്ധക്കരണ വൃത്തി അവച്ഛിന്ന ചൈതന്യം എന്ന്. അപ്പോൾ അന്ധക്കരണം ഇവിടെ നിൽക്കുന്ന സമയത്ത്, ഇവിടെ മാത്രം നിൽക്കുന്ന സമയത്ത് അന്ധക്കരണ വൃത്തിയും ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ധക്കരണ വൃത്തി അവച്ഛിന്ന ചൈതന്യം വേറെയാണ്, വിഷയാവച്ഛിന്ന ചൈതന്യത്തിൽ നിന്നും വേറെയാണ്. അന്ധക്കരണം ഇവിടെ പോയി കഴിഞ്ഞാൽ ഉപാധ്യോരേകദേശസ്ഥത്വേ ഉപഹിതാഭേദ ഇത് നിയമ. ഉപാധ്യോ ഏകദേശസ്ഥത്വേ, വാക്കിൻ്റെ അർത്ഥം കിട്ടിയോ? ഉപാധ്യോ അന്ധക്കരണവൃത്തി വിഷയയോ, ഉപാധ്യോ രണ്ട് ഉപാധികൾ, അതാണ് ദ്യോജനാണ്. ഉപാധ്യോ രണ്ട് ഉപാധികൾക്ക്, ഒരു ഉപാധി എന്താണ്? അന്ധക്കരണവൃത്തി, മറ്റൊരു ഉപാധി എന്താണ്? വിഷയം. ഇത് രണ്ടും ഏകദേശസ്ഥമാവുമ്പോൾ, ഒരേ സ്ഥലത്തിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഉപഹിതമായ ചൈതന്യങ്ങൾക്ക് ഭേദം പോയി, സ്വാഭാവികമായ അഭേദം സിദ്ധിച്ചു, അഭേദം വന്നു. അങ്ങനെ അഭേദം വന്നാൽ നേരത്തെ പറഞ്ഞ സംഭവമൊക്കെ നടപ്പാക്കാം. പ്രത്യക്ഷജ്ഞാനമായി അത് വിഷയാവച്ഛിന്ന ചൈതന്യ അഭിന്നമായ വൃത്തിയവച്ഛിന്ന ചൈതന്യമായി ആയില്ലേ? പരോക്ഷമായിട്ട് നമ്മൾ വന്യ കാണുന്ന സമയത്ത് എന്താ പറ്റിയത്? അന്ധക്കരണ വൃത്തി വന്യയുടെ അടുത്തേക്ക് പോയില്ല. എന്തുകൊണ്ടേ പോയില്ല? കണ്ണുകൊണ്ട് വന്നി, കണ്ണുകൊണ്ട് കോണ്ടാക്റ്റ് വന്നില്ല, ഐ കോണ്ടാക്റ്റ് കിട്ടിയില്ല, കണ്ണവിടെ എത്തിയില്ല. കണ്ണെത്താത്തത് കൊണ്ട് എന്ത് വന്നു? മനസ്സെത്തിയില്ല. കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തുള്ളൂ. യഥോ ഹസ്തസ്തോ ദൃഷ്ടി എന്ന് പറയില്ലേ ഭരതമുനി എന്ന പോലെ, കണ്ണെത്തുന്നിടത്താണ് അന്ധക്കരണം എത്തുന്നത്. കണ്ണെത്താണ്ട് അന്ധക്കരണം എത്തില്ല. പുറത്തുള്ള വിഷയമാണെങ്കിൽ കണ്ണെന്നില്ല കേട്ടോ, ചെവി, എന്തൊക്കെ 5 ഇന്ദ്രിയങ്ങൾ. പുറത്തുള്ള വിഷയങ്ങളെയാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അവിടെ ഇന്ദ്രിയങ്ങൾ വേണം. അപ്പോൾ ഇന്ദ്രിയജന്യം ജ്ഞാനം പ്രത്യക്ഷം നമ്മൾ പറഞ്ഞില്ല എന്ന് വെച്ചുകൊണ്ട് കാര്യമില്ല. ഇന്ദ്രിയം പ്രവർത്തിക്കേണ്ട സമയത്ത് ഇന്ദ്രിയം പ്രവർത്തിക്കണം നമുക്ക് സമ്മതമാണ്. പക്ഷേ സുഖജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ദ്രിയത്തിൻ്റെ ആവശ്യമില്ല, അത് പിന്നീട് പറയാം. ഇപ്പോൾ നമ്മൾ പുറത്തുള്ള വിഷയങ്ങളുടെ പ്രത്യക്ഷത്തെക്കുറിച്ച് ആദ്യം തീരുമാനം എടുക്കുക, എന്നിട്ട് ഉള്ളിലേക്ക് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ നിർത്താൻ പോവുകയാണ്, ഇതോടുകൂടി നിർത്താം. അപ്പോൾ എന്ത് വന്നു? ഉപാധ്യോ ഏകദേശസ്ഥത്വേ ഉപഹിതയോരഭേദോ ഭവതി എന്നൊരു സിദ്ധാന്തം പറഞ്ഞ്, ആ സിദ്ധാന്തത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന വിഷയാവച്ഛിന്ന ചൈതന്യാഭിന്ന വൃത്യവച്ഛിന്ന ചൈതന്യം പ്രത്യക്ഷജ്ഞാനം എന്നുള്ള ആ ഒരു ലക്ഷണത്തെ നമ്മൾ രൂപീകരിച്ചെടുത്തത്. ശരിയായില്ലേ? പറയുന്നത് ഒത്തുപോകുന്നുണ്ടോ? എന്നാൽ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. നാളെ ഇതിൻ്റെ ബാക്കി കൂടി പറഞ്ഞിട്ട് ഒരുവിധം നിങ്ങൾക്ക് ആ പ്രത്യക്ഷജ്ഞാനം എന്നുള്ള കൺസെപ്റ്റ് ഒരുവിധം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റി എന്നൊരു തോന്നലോടുകൂടി നാളെ അവസാനിപ്പിക്കാം. ആ തോന്നൽ വരണം, എനിക്ക് വരണം, അതിന് നിങ്ങളും കൂടി സഹായിക്കണം. ശരി.